love you. അമ്മയ്ക്ക് എന്റെ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഷാരി ചേച്ചി. Many happy returns of the day, Shai. Happy birthday to you. Happy birthday to you. Hi Shajima, happy birthday to you. Happy birthday to you. എൻ്റെ മോൾക്ക് അതിലും പ്രധാനമുണ്ട്. പിറന്നാൾ ആശംസ. എല്ലാവിധ ആരോഗ്യങ്ങളും. ഹലോ. ഇത് ഞാനാട്ടാ, വേറെ ആരില്ല. അപ്പൊ നമ്മുടെ പുത്തൻ വീട്ടിലെ സഹദേവന്റെയും പിന്നെ ആരുടെ ലീലാമ്മയുടെയും മോളായ ഷാജി മോൾക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിൽ 1000 ഹൃദയം നിറഞ്ഞ പിറന്നാൾ. ഷാജിയുടെ ബർത്ത്ഡേനെ കുറിച്ചാണെങ്കിൽ പറയാനാണെങ്കിൽ ചെറുപ്പത്തിലാണല്ലോ നമ്മൾ ബർത്ത്ഡേകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറ്. അന്ന് ഞാൻ ചെറുതായിരുന്നു, എനിക്ക് സത്യം പറഞ്ഞ ഒന്നും ഓർമ്മയില്ല. Many happy returns of the day, Amma. May Lord Almighty bless you. Hi Angie, happy birthday to you. Many happy returns of the day. ഹാപ്പി ബർത്ത്ഡേ ഷാജി. ഷാജിക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ. എന്നും സന്തോഷവും സമാധാനവും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. Happy birthday, Amma. Happy birthday Shaji Mai. രാജീവേ, happy birthday. Love you. Take care. Bye. Many happy returns of the day, Andy. ഹായ്, അമ്മയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ. ഷാജിക്ക് ഞങ്ങളുടെ 50ാം പിറന്നാൾ ആശംസകൾ. Happy birthday to you. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ഷാജി. Many happy returns of the day, Amma. Hi Shajiji, happy birthday to you. ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. എപ്പോഴും അമ്മയുടെ മുഖം മനസ്സിലുണ്ടാവും. ഒരിക്കലും അമ്മയോടുള്ള സ്നേഹം വിട്ടുപോകില്ല, ഒരിക്കലും. കാരണം ഓരോ പ്രാവശ്യം അമ്മനെ കാണുമ്പോഴും അടുത്ത് സംസാരിക്കുമെല്ലാം ഒരുപാട് സ്നേഹം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുമുതലേ ചെറുപ്പം മുതലേ അടുത്തറിയുന്ന ആളാണ്. അതേ സ്നേഹം ഇപ്പോഴും നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഞാനും എൻ്റെ മനസ്സിൽ എപ്പോഴും മായ നിൽക്കുന്ന 2 മുഖങ്ങളാണ്, അമ്മയുടെയും വിഷ്ണുവിൻ്റെയും അമ്മയുടെയും മുഖങ്ങളൊക്കെ. അവർ മാത്രമല്ല, കുടുംബത്തിൽ ഇപ്പോൾ ചന്ദ്രനായാലും വേണിയായാലും എല്ലാവരോടും നല്ലൊരു സൗഹൃദം, നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ചെറുപ്പം മുതലേ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓരോ സ്നേഹങ്ങളും ഓരോ കരുതലും കൊണ്ടാണ്. അപ്പോൾ അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത് അമ്മ കാരണമാണ്. ഇത്രയും നല്ലൊരു സ്നേഹം നിറഞ്ഞത് ചെറുപ്പം മുതലേ അവനായിട്ടുള്ള പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ അവനായിട്ട് ശരിയാണ്. അതിപ്പോഴും അതേപോലെ തന്നെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഡെയിലി സംസാരിക്കാറുമില്ല, പക്ഷേ
അവൻ എന്നെ അറിയാം, എനിക്ക് അവനറിയാം. അതേമാതിരി നല്ല ഇപ്പോഴും കൊണ്ടുപോകാറുണ്ട്. അതിന് കാരണം അമ്മയാണ്. അപ്പോൾ ഇത്രയും സ്നേഹനിധിയായ മോനെ കിട്ടിയത് അമ്മ കാരണമാണ്. അപ്പോൾ ഈ സ്നേഹനിധി അമ്മേനെ കിട്ടിയതും ഭാഗ്യം. അപ്പോൾ അതിനെല്ലാം ഞാൻ മനസ്സിൽ ഒരുപാട് സ്നേഹത്തോടെ നോക്കിക്കാണുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വർഷങ്ങൾ നമുക്ക് ഇതുപോലെ നല്ല സന്തോഷമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റട്ടെ. ഇനിയും എപ്പോഴും ഇന്നത്തെ നിമിഷങ്ങളെല്ലാം മറക്കാനാവാത്തതാവട്ടെ. പിന്നെ നാട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇനി കാണാം. ഇനി വരാൻ സമയമൊന്നുമില്ല അധികം. ഞാൻ 2-3 മാസം മുമ്പെങ്കിലും എങ്ങനെയൊക്കെ എത്തും. സഹിച്ചാൽ നിൽക്കണ ഒരു 3 മാസം തികച്ച് കിട്ടാനായിട്ട്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാം. ഇന്നത്തെ ബർത്ത്ഡേ നല്ല അടിപൊളിയാവട്ടെ. അപ്പോൾ എൻ്റെ ഒരുപാട് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇനിയും ഒരുപാട് വർഷം നമ്മുടെ ചിരിച്ച സന്തോഷകരമായിട്ടിരിക്കണം കാണാൻ പറ്റട്ടെ. എപ്പോഴും കാണുമ്പോൾ എപ്പോഴും സംസാരിക്കണ പോലെ ചിരിച്ച മുഖത്തോടുകൂടി നല്ല ഐശ്വര്യമായിട്ട് സംസാരിക്കാനായിട്ട് എപ്പോഴും കഴിയട്ടെ നമുക്ക്. എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ മാക്സിമം അടിപൊളിയാക്കാം. അപ്പം എൻ്റെ സ്നേഹത്തിൻ്റെ ചണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ അടിപൊളിയാക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു അഗെയിൻ. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. 900 ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു എൻ്റെ ഷാജി മോൾക്ക്. ഷാജിനെ പറ്റി 2 വാക്ക് ഞാൻ പറയാം. ഷാജിനെ പറ്റി പറയുകയാണെങ്കിൽ ഷാജിമ്മ വളരെ സിമ്പിളാണ്, പവർഫുള്ളാണ്. കെട്ടിപ്പിടിച്ച് ഷാജിമ 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് സ്വന്തം. ഹാപ്പി ബർത്ത്ഡേ ഷാജിൻ. ഹായ്, എന്താ വിശേഷം? ബർത്ത്ഡേ ആയിട്ട് തകർക്കാണോ? വിഷ്ണു പറഞ്ഞാൽ അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയാനുണ്ടായി. ഒരു മാസമായിട്ട് അവൻ എനിക്ക് കണ്ടും ചെയ്യുന്നുണ്ട്. വാട്സപ്പിലെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക, വീഡിയോ അയച്ചു. ഞാൻ നോക്കുമ്പോ ഈ വീഡിയോ എന്താ അയച്ചുതരാം, എന്താ പറയാ. ഇപ്പൊ അത് പിള്ളേരൊക്കെ ആയിരുന്നു കുഴപ്പമില്ല, അമ്മയും അച്ഛനൊക്കെ അല്ലേ, എങ്ങനെ അയച്ചുതരാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇനിയും കുറെ കാലം ജീവിച്ചിരിക്കട്ടെ. വിഷ്ണുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 5-10 എണ്ണമൊക്കെ ഉണ്ടായി പിള്ളേര്. അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരു 4-5 എണ്ണം അവരും ഉണ്ടായിട്ട് എന്നിട്ട് പോയാൽ മതി. അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അതൊക്കെ മാക്സിമം ആണ്. പിന്നെന്താ, പിന്നെ വന്നപ്പോൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നു ലീവ്. 3 ദിവസമല്ല, ഒരു 4 ദിവസം 5 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ആ ഓട്ടം തിരിച്ചും വേളായാണ് പിന്നെ ഞാൻ വരാൻ. അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്തോ കല്യാണത്തിന് എവിടെ പുത്തഞ്ചോറല്ലോ എവിടെ പോയേക്കാർന്നു പറഞ്ഞു വേണ്ടി. അപ്പൊ അങ്ങനെ പിന്നെന്താ, ബർത്ത്ഡേ സ്പെഷ്യല് പായസം പരിപാടികളൊക്കെ ആയിട്ട് ആഘോഷമാണോ എന്താണ് അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അടിച്ചു പൊളിക്ക്. പിന്നെ അവ ഉണ്ടാക്കണേ എന്ത് പറയുള്ളൂ, 10ാം ക്ലാസ് അല്ലേ, ആ ടാബ് കുത്തിപ്പിടിച്ച് ഇരിക്കുകയായിരിക്കും അവള്. അത് കാണിച്ചു വെച്ചോട്ടെ, അവളെ ആള് ശരിയല്ല. അവള് ടാബില് കുത്തിയിരുന്ന് പലതും ചെയ്യുന്നുണ്ട്. അമ്മ സൂക്ഷിച്ചോ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് വിശേഷം ഞാൻ അടുത്ത മാസം വരും, ഒക്ടോബർ 10 വരും. പിന്നെ ഒരു പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ സൗദിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കൺഫേം ആയിട്ടില്ല, പ്രാർത്ഥിച്ചോളൂ. സൗദിയിൽ വിഷ്ണുവിൻ്റെ രാജ്യത്തേക്ക് പുതിയ പ്രൊജക്റ്റ് വരണം. ഒരു അധികം നാൾക്ക് കിട്ടും, മാക്സിമം ഒരു 8 മന്ത് 10 മന്ത് ഒരു ചെറിയൊരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സാലറി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇനി റിമൈനിങ് നിൽക്കുന്നു. ഒന്നും പറഞ്ഞൊന്നും ശരിയായിട്ടില്ല. ഓക്കെ എന്ന് പറയുന്നു അങ്കിൾ ഇവിടെ ആളെ ഗൾഫിൽ. ഓക്കെ എന്ന് പറയണ ഒന്നും ആയിട്ടൊന്നുമില്ല. എന്തായാലും ബർത്ത്ഡേ അടിച്ചു പൊളിക്ക്. വിഷ്ണുവില്ലാത്തതിൻ്റെ കുറവൊന്നും വേണ്ട, തകർക്ക്. എന്തായാലും വരുമ്പോൾ മീറ്റ് ചെയ്യാം. എന്തായാലും ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വിഷ് യു ഹാപ്പി ലൈഫ്. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അമ്മ.
ഹാപ്പി ബർത്ത്ഡേ കാണിക്കണേ ധർമ്മം